പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോഴിക്കോട് നാദാപുരം താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം വരികയാണ്. രോഗിയുടെ മരണം മരുന്ന് മാറി നൽകിയത് കൊണ്ടാണെന്ന് മരിച്ച കാസർഗോഡ് സ്വദേശി ചന്ദ്രന്റെ മകൾ ഗാന ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്നും ബന്ധുക്കൾ പറയുന്നു. പ്രതികരണത്തിലേക്ക്. അച്ഛന് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടായിട്ടായിരുന്നു നാദാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഞങ്ങൾ ചൊവ്വാഴ്ച അഡ്മിറ്റായി, ഡ്രിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് അച്ഛൻ ബാക്ക് ടു നോർമലിലേക്ക് വന്നു. അപ്പോഴേക്ക് ശനിയാഴ്ച ഉറക്ക ഗുളിക കൊടുത്തു. ഉറക്ക ഗുളിക കൊടുത്തതിന് ശേഷം പിന്നീട് എണീറ്റിട്ടില്ല. പിന്നീട് അത് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉറക്കായിരുന്നു. ഡോക്ടറോട് ഞാൻ ചോദിച്ചു അതിന്റെ റീസൺ എന്തായിരുന്നു ഉറക്ക ഗുളിക എഴുതാനുള്ളത്. അപ്പോൾ ഡോക്ടർ ഒരു റീസൺ ഒന്നും പറയുന്നില്ല. അപ്പുറത്തെ ബെഡിലും സെയിം നെയിമുള്ള പേഷ്യന്റ് തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അവർക്ക് എഴുതാനുള്ള മരുന്ന് മാറിയിട്ട് എഴുതിയതാണോ എന്നുള്ളത് ചോദിച്ചു. അപ്പൊ ഡോക്ടർ അതിന് ഒരു ആൻസർ പറഞ്ഞില്ല. അതിന് ആൻസർ പറയുന്നതിന് പകരം എന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അച്ഛന്റെ ക്യാഷ് ഷീറ്റിലെ ആ ഒരു എഴുതിയ ടാബ്ലറ്റ് അത് അവര് വെട്ടിക്കളഞ്ഞു. ഡോക്ടർ മരുന്ന് മാറി നൽകിയത് രോഗം ഭേദമാകുന്നതിനിടെ ചന്ദ്രന്റെ അതേ പേരുള്ള മറ്റൊരു രോഗി തൊട്ടടുത്ത കിടക്കയിൽ ഉണ്ടായിരുന്നു. ഇയാൾക്കുള്ള മരുന്നാണോ നൽകിയത് എന്ന സംശയമുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. സരീഷ് പി കെ വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, ഗുഡ് മോർണിംഗ്. ഗുരുതരമായ ആരോപണമാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ആശുപത്രി അധികൃതർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? ഒരാഴ്ച മുൻപാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ചന്ദ്രനെ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ക്യാൻസർ രോഗി കൂടിയായ ചന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നു. തുടർന്ന് ശാരീരിക സുരക്ഷ വീണ്ടെടുത്ത അല്ലെങ്കിൽ ശാരീരികമായി ഗുണം ലഭിച്ചതോടെയാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റുന്നത്. പക്ഷേ താലൂക്ക് ആശുപത്രിയിൽ എത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ ശാരീരികമായി വളരെ വലിയ അവശത ഉണ്ടാവുകയും തുടർച്ചയായി ഉറക്കമുണ്ടാവുകയും ചെയ്തതോടെയാണ് ബന്ധുക്കൾ വലിയ രീതിയിൽ പ്രതിഷേധം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മരുന്ന് മാറി നൽകിയതാണോ എന്നൊരു സംശയത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയത്. അതിനെ തുടർന്ന് 2 ദിവസം തുടർച്ചയായി ഈ ചന്ദ്രൻ ഉറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് ബന്ധുക്കൾ ഡോക്ടറോട് ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. അപ്പോഴാണ് ഈ അല്ലെങ്കിൽ നേരത്തെ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു മരുന്ന് കൂടി ഈ രോഗിക്ക് നൽകിയിരുന്നു എന്ന കാര്യത്തിൽ ഈ ബന്ധുക്കൾ കണ്ടെത്തുന്നത്. അതിനെ തുടർന്നാണ് പരിശോധന നടത്തിയപ്പോഴാണ് തൊട്ടടുത്ത് മറ്റൊരു ചന്ദ്രൻ, അതായത് നിലവിൽ ഈ മരിച്ച രോഗിയുടെ പേര് ചന്ദ്രൻ എന്നാണ്. തൊട്ടടുത്ത് മറ്റൊരു രോഗിയായ ചന്ദ്രൻ ഉണ്ടായിരുന്നു. ആ ചന്ദ്രന് നൽകേണ്ടിയിരുന്ന ഉറക്ക ഗുളികൾ അത് ഈ മരിച്ച ചന്ദ്രന് നൽകി എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ അവശത കണ്ടെത്തിയതോടെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു. തുടർന്നാണ് ഈ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ മകളായ ഗംഗ എത്തുന്നതും അവിടെ ഡോക്ടർക്കെതിരെ പരാതി നൽകിയതും. ആ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രിസ്ക്രിപ്ഷനിലുണ്ടായിരുന്ന ഉറക്ക ഗുളിക സ്ലീപ്പിംഗ് ബിൽ എന്ന ഭാഗം വെട്ടിമാറ്റി എന്നൊരു ആരോപണം കൂടിയുണ്ട്. ശാരീരികാവസ്ഥ മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി ചികിത്സ നൽകി. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ ചന്ദ്രൻ മരണപ്പെടുകയും ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മകളായ ഗംഗ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രൂക്ഷമായ വിമർശനമാണ് ഈ ഡോക്ടർക്കെതിരെയും അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രി അധികൃതർക്കെതിരെയും നടത്തിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം, അതോടൊപ്പം തന്നെ ഈ ഡോക്ടർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ്. അടുത്ത ദിവസം തന്നെ ഇവർ DMOയ്ക്ക് കൂടി പരാതി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി സരീഷ്. ഗുരുതരമായ ആരോപണമാണ് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ചന്ദ്രന്റെ ബന്ധുക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സരീഷ് പി കെ. ഇനി